നമുക്കൊരു സ്പെഷ്യലായിട്ടുള്ള അച്ചാർ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം നല്ലെണ്ണ വെച്ചിട്ട് ചൂടായതിന് ശേഷം അതിൽ ഉലുവ ഇട്ട് പൊട്ടിച്ചു. ഉലുവയും പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അരിഞ്ഞതും കൂടെ അതിലിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ പഴുത്ത നേന്ത്രക്കായില്ലേ, നേന്ത്രപ്പഴം. ഞാൻ പുഴുങ്ങിയതിൻ്റെ തോല് മാറ്റി വെച്ചിട്ട് അത് അരിഞ്ഞാണ് ചേർത്തിരിക്കുന്നത്. അതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു ബൗൾ കാന്താരി മുളകും കൂടെ ചേർത്തു. ശേഷം അതിലേക്ക് അച്ചാർ പൗഡർ ഇട്ടു, അതുപോലെ ഉപ്പിട്ടു, കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്തു. വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം വിനാഗിരി ചേർത്താലും കുഴപ്പമില്ല, അങ്ങനെ ചെയ്തെടുക്കുക. എന്നാലും നമ്മൾ സാധാരണ അച്ചാർ വെക്കുന്നത് പോലെ ഒരുപാട് വെള്ളത്തിൽ വെക്കരുത്, കുറച്ച് കുഴഞ്ഞിരിക്കുന്ന രൂപത്തിലാണ്. അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇറക്കാൻ നേരത്ത് കുറച്ച് കായത്തിൻ്റെ പൗഡറും കൂടെ ഇട്ട് കൊടുത്തേക്കുക. വേറെ ഒന്നും ചെയ്യേണ്ടതില്ല, ഇതിൽ മധുരമൊന്നും ചേർക്കേണ്ടതില്ല. ഈ തോലിന് തന്നെ പഴുത്തതായതുകൊണ്ട് ചെറിയൊരു മധുരം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നല്ല ഡിഷാണ് കേട്ടോ, നല്ല രസമുണ്ട് കഴിക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. താങ്ക്